ഹലോ നമസ്കാരം. വിവാഹപ്പൊരുത്തം പരിശോധിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. ഒരു ജ്യോതിഷിയുടെ അടുത്ത് നമ്മൾ വിവാഹ പൊരുത്തങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലെ ചിന്ത നക്ഷത്ര പൊരുത്തങ്ങൾ 10-9, 10-8, 10-10 ഒക്കെ വേണമെന്നാണ്. പക്ഷെ നക്ഷത്ര പൊരുത്തങ്ങൾ ഏറ്റവും കുറഞ്ഞത് 5 പൊരുത്തങ്ങൾ രജ്ജു, വേദം എന്നീ ദോഷങ്ങൾ കൂടാതെ ഉണ്ടായാൽ മാത്രം മതി. നക്ഷത്ര പൊരുത്തത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളത് ഗ്രഹനിലകൾക്കാണ്. ഗ്രഹനിലകൾ തമ്മിലുള്ള പരിശോധനയിൽ ഓരോ വ്യക്തിയുടെയും സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിത രീതി, സന്താന സംബന്ധമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ, ആയുർ സംബന്ധമായിരിക്കുന്ന ഗുണദോഷങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ഇത് തമ്മിലുള്ള ചേർച്ചയാണ് ജാതക ചേർച്ച എന്ന് പറയുന്നത്. ഇനി ജാതകങ്ങൾ തമ്മിലുള്ള ചേർച്ച കേവലം പാപഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്തുണ്ടെങ്കിൽ എതിർ ജാതകത്തിലുള്ള ആളിനും അതേ പാപ ബന്ധങ്ങൾ ഉണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്തല്ല, ഓരോ വ്യക്തികളുടെയും ജാതകത്തിലുള്ള സ്വഭാവങ്ങൾ തമ്മിലുള്ള ചേർച്ചകൾക്കാണ് പ്രാധാന്യമുള്ളത്. നമ്മൾ എത്രയൊക്കെ ജാതക പൊരുത്തങ്ങൾ നോക്കി ചേർത്താലും ഈ കുടുംബത്തിൽ എപ്പോഴും നീരസങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും. ഇത് സ്വാഭാവികമാണ്. ഓരോ വ്യക്തിയും ജീവിച്ചു വന്ന അവന്റെ ജീവിത സാഹചര്യം വേറെയാണ്. അപ്പോൾ ചുവപ്പ് നിറം ഇഷ്ടമുള്ള ആളും മഞ്ഞ നിറം ഇഷ്ടമുള്ള ആളും കൂടി ചേരുമ്പോൾ ഈ ചുവപ്പ് നിറം ഇഷ്ടപ്പെടുന്ന ആളെ ആ ചുവപ്പ് നിറം ഇഷ്ടപ്പെടാൻ അനുവദിക്കുക, മഞ്ഞ നിറം ഇഷ്ടപ്പെടുന്ന ആളെ മഞ്ഞ നിറം ഇഷ്ടപ്പെടാൻ അനുവദിക്കുക. അതിന്റെ മുകളിൽ ഒരു കടന്നുകയറ്റം വരുമ്പോഴാണ് നമുക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടിരിക്കുന്ന സ്പേസുകൾ കൊടുക്കുക, പരസ്പരം ബഹുമാനിക്കാൻ കഴിയണം, ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോഴേ കുടുംബ ബന്ധം നമുക്ക് പൂർണ്ണമാവുകയുള്ളൂ. ഈ പറഞ്ഞ വിഷയങ്ങൾ പരസ്പരം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ ഒരു ജ്യോതിഷിക്ക് കഴിയും. നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നടത്തിത്തരാൻ കഴിയും. പക്ഷെ നിങ്ങൾ ഈ വിവാഹമേ കഴിക്കാവൂ, ഇത് കഴിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ ഒരു ജ്യോതിഷിക്കും ആവില്ല. നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശികൾ മാത്രമാണ് ജ്യോതിഷികൾ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷകരമായിരിക്കുന്ന വിഷയങ്ങൾ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക, ഈ ദോഷങ്ങളൊക്കെ മാറുന്നതിനായുള്ള സ്പിരിച്വൽ റെമഡീസ് ഒക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ സ്പിരിച്വൽ ആയിട്ടുള്ള റെമഡീസുകൾ കൊണ്ട് നമുക്ക് ഗുണം. അപ്പോൾ വിവാഹത്തിനായി പൊരുത്തങ്ങൾ നോക്കാൻ പോകുമ്പോൾ നക്ഷത്ര പൊരുത്തത്തിനേക്കാൾ ഗ്രഹനിലകൾ തമ്മിലുള്ള ചേർച്ചയ്ക്കാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കിക്കൊള്ളുക.